ഹലോ കൂട്ടുകാരെ, തൊട്ടാവാടികൾ തൊട്ടാൽ വാടുന്നതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? കുട്ടിക്കാലത്ത് നമ്മളേറെ കൗതുകത്തോടെ നോക്കിയിരുന്ന ഒരു ചെടിയാണ് തൊട്ടാവാടി. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ രഹസ്യം എന്താണെന്ന് നമുക്കിന്നൊന്ന് പരിശോധിക്കാം. തൊട്ടാൽ വാടി എന്ന പേര് തന്നെ ചെടിയുടെ പ്രത്യേകത വെളിവാക്കുന്ന ഒന്നാണ്. ഒന്ന് തൊടുകയോ അല്ലെങ്കിൽ ചൂടേൽക്കുകയോ ചെയ്താൽ പെട്ടെന്ന് ഇല വാടിത്തളരുന്നു. മൃഗങ്ങളെപ്പോലെ ഞരമ്പുണ്ടോ ഈ ചെടിക്ക് എന്ന് പലരും സംശയിച്ചിരുന്നു. എന്നാൽ ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ വെള്ളത്തിൻ്റെ ശക്തിയാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ദാ ഇത് നോക്കൂ, ഈ ഇലയുടെ താഴെ ഒരു മുഴ പോലെ ഒരു സംഭവം കണ്ടില്ലേ? ഇതിനെ സ്ഥൂലസന്ധി അല്ലെങ്കിൽ പൽവിനസ് എന്ന് പറയുന്നു. ഈ മുഴ വലിപ്പം കൂടിയ കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ കോശങ്ങൾക്കിടയിൽ ധാരാളം ശൂന്യമായ സ്ഥലങ്ങളുമുണ്ട്. ചെടിയുടെ ഇല നിവർന്നു നിൽക്കുന്ന സമയങ്ങളിൽ ഈ കോശങ്ങളുടെ ഉള്ളിൽ നിറയെ വെള്ളമായിരിക്കും. ആ വെള്ളത്തിൻ്റെ മർദ്ദം കൊണ്ട് കോശങ്ങളെ ചീർപ്പിച്ചിരിക്കും. ഈ അവസ്ഥയിലാണ് ഇലകൾ നിവർന്നു നിൽക്കുന്നത്. ഒന്ന് തൊടുകയോ ചൂടേൽക്കുകയോ ചെയ്താൽ ഇലയിലൂടെ താഴേക്ക് ഒരു സിഗ്നൽ പാസ് ചെയ്യും. അത് സ്ഥൂലസന്ധിയിൽ എത്തും. ഈ സിഗ്നൽ ഒരുതരം ഹോർമോണാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി ഈ സിഗ്നൽ എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയണ്ടേ? നോക്കൂ, സ്ഥൂലസന്ധിയുടെ അടിവശത്തുള്ള കോശങ്ങളിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, സ്ഥൂലസന്ധി എന്ന് പറയുന്നത് വലിയൊരു കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സിഗ്നൽ കിട്ടുന്നതോടെ കോശങ്ങളിലെ ജലം ഈ ശൂന്യ സ്ഥലങ്ങളിലേക്ക് പോകും. തന്മൂലം കോശങ്ങളുടെ ചീർപ്പ് നഷ്ടപ്പെടുന്നു. ജലമർദ്ദം കുറയുമ്പോൾ ഇല വാടിത്തളരുന്നു. സ്പർശനമേറ്റാൽ ഇല വാടുന്നത് ഒരു നിമിഷത്തിൻ്റെ 1/10 സമയം കൊണ്ട് നടന്നിരിക്കും. ഇത് കഴിഞ്ഞ് ഏതാണ്ട് 10 മിനിറ്റിനകം ഹോർമോണിൻ്റെ ഫലം നിർവീര്യമാകും. അങ്ങനെ നഷ്ടപ്പെട്ട വെള്ളം വീണ്ടും കോശങ്ങളിലേക്ക് കയറി മർദ്ദം വർദ്ധിപ്പിക്കും. ഇല വീണ്ടും നിവരും. ഇതാണ് തൊട്ടാവാടികൾ തൊട്ടാൽ വാടുന്നതിൻ്റെ രഹസ്യം. ഇതുപോലെ കൗതുകമുണർത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതുപോലെയുള്ള കൗതുകമുണർത്തുന്ന രഹസ്യങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്.